ലേക്ക് യേശുവോടൊത്ത് സ്വർഗീയ വിരുന്ന് പുതുവത്സര ശുശ്രൂഷ കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ ഡിസംബർ 31 വൈകിട്ട് 6 മുതൽ. പുതുവത്സര സന്ദേശം, 150 അംഗ വർഷിപ്പ് ടീമിനൊപ്പം ആരാധന, അത്ഭുത സാക്ഷ്യങ്ങൾ. തങ്കു ബ്രദറും തോമസ് ഊട്ടി ബ്രദറും ശുശ്രൂഷിക്കുന്നു. വരിക ഈ പുതുവത്സരം യേശുവോടൊപ്പം. സ്വന്തമായി തീർന്നു ഞാൻ, എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം, നിറഞ്ഞൊഴുകുമി അനുഗ്രഹം. നാഥനായി നവകീർത്തനം ഇനി എന്നുമേ നിറയുന്ന ഹൃദയമാകെ. കവിഞ്ഞൊഴുന്ന അനുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. ലോകമെങ്ങും നമുക്കൊന്നിച്ച് ഒറ്റ കുടുംബമായി ഇന്ന് ദൈവസന്നിധിയിൽ വരാൻ കർത്താവ് ഇടയാക്കിയല്ലോ. ഈ അരമണിക്കൂർ സമയം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ മതിയായതാണ്. ഈ അരമണിക്കൂർ സമയത്ത് നടക്കുന്ന ഈ വചന ശുശ്രൂഷയിലൂടെ നമുക്ക് രോഗസൗഖ്യങ്ങളുണ്ടാകും. നമ്മളുടെ അനേക ചോദ്യങ്ങൾക്ക് കർത്താവ് മറുപടി തരും. ഏകാഗ്രതയോടെ പ്രാർത്ഥനയോടെ നമുക്കൊന്നിച്ചായിരിക്കാം. ഇന്ന് നമ്മളൊരു ദൈവവചന സംശയം ഒന്ന് മാറ്റി വചനം പഠിക്കാൻ പോവുകയാണ്. പൊതുവിൽ നമുക്കെല്ലാം അറിയാവുന്നൊരു കാര്യമാണ്, ക്രിസ്തു നമ്മെ തൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി. സാധാരണയായി നമുക്ക് ചിന്തിക്കാം, നാം പാപം ചെയ്തപ്പോൾ പിശാച് നമ്മുടെ മേലെ അവകാശം പറഞ്ഞ് നിൽക്കുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ക്രിസ്തു ഈ വില കൊടുത്തത് പിശാചിനാണോ? ക്രിസ്തു തൻ്റെ രക്തം വിലയായി കൊടുത്തത് പിശാചിനാണോ? പിശാചിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയോ? ദൈവം നമ്മളെ വിലയ്ക്ക് വാങ്ങിയെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ പിശാചിന് കൊടുത്തോ? ഒരു വലിയ ചോദ്യചിഹ്നം നമ്മുടെ മുമ്പിൽ വരാം. സോ ഇന്ന് നമ്മൾ പഠിക്കുന്ന ഭാഗം ഇതാണ്: ക്രിസ്തു വില കൊടുത്തത് ആർക്ക്? ടു ഹൂം ജീസസ് പെയ്ഡ് ദ പ്രൈസ്. സാധാരണ വിശ്വാസികൾക്കെല്ലാം വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ് പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം, അതിൻ്റെ 18-19 വാക്യങ്ങൾ. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പോൾ ക്രിസ്തു നമ്മെ വിലയ്ക്ക് വാങ്ങി എന്നൊരു പ്രയോഗം, ക്രിസ്തുവിൻ്റെ ക്രൂശു മരണത്തിലൂടെ തൻ്റെ രക്തം വിലയായി കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങി, ദൈവം നമ്മെ വിലയ്ക്ക് വാങ്ങി എന്ന പ്രയോഗം പുതിയ നിയമത്തിൽ അനേക സ്ഥലത്തുണ്ട്. അതിനിവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത്, വീണ്ടെടുപ്പ് വില കൊടുത്ത് വീണ്ടെടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, എൻ്റെ കയ്യിലിരുന്നൊരു വസ്തു എൻ്റെ കയ്യിൽ നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ട സാധനം എനിക്ക് വിലപ്പെട്ടതാണ്. അത് തിരിച്ചു കിട്ടാൻ ഞാൻ ആഗ്രഹിക്കും. ഉദാഹരണത്തിന് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ച ഒരു പേന, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മൊബൈൽ ഫോൺ, ഒരുപക്ഷെ അതിനേക്കാൾ വില പിടിച്ചതോ മനോഹരമായ മറ്റൊന്നുണ്ടായിരിക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ച് ഇത് വിലപ്പെട്ടതാണ്. എനിക്കത് തന്നെ കിട്ടാനൊരാഗ്രഹമുണ്ട്. ഇതുപോലെ മനുഷ്യൻ പാപം ചെയ്ത് ദൈവസന്നിധിയിൽ നിന്ന് അകന്നുപോയി. ദൈവത്തിന് അവനെ നഷ്ടപ്പെട്ടു. കർത്താവ് തന്നെ തൻ്റെ ആഗമന ഉദ്ദേശം പറയുമ്പോൾ സക്കായിയുടെ സംഭവത്തിൽ പറയുന്നുണ്ട്, കാണാതെ പോയതിനെ, ഐ ലോസ്റ്റ്, കാണാതെ പോയതിനെ, നഷ്ടപ്പെട്ടതിനെ തിരഞ്ഞ് രക്ഷിപ്പാനത്രേ മനുഷ്യപുത്രം വന്നത്. യഹൂദന്മാരുടെ ഈ പഴയ നിയമത്തിൽ, ഈ യഹൂദ വിശ്വാസത്തിൽ അവർ എല്ലാ വർഷവും വീണ്ടെടുപ്പ് വില ആലയത്തിൽ കൊടുക്കണമെന്നുണ്ട്. വീണ്ടെടുപ്പിന് വെള്ളി, ശേക്കൽ വെള്ളി അവർ കൊടുക്കണം, അവരുടെ നാണയത്തിൽ കൊടുക്കണം.
വീണ്ടെടുപ്പ് ഈ വർഷം കൊടുക്കണം, അടുത്ത വർഷം കൊടുക്കണം. എന്നാൽ എബ്രായ ലേഖനത്തിലും പത്രോസ് ലേഖനത്തിലൊക്കെ എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിച്ചെന്നൊരു പദമുണ്ട്. വൺസ് ഫോർ ഓൾ. മറ്റേത് ആണ്ടോടാണ്ട് ആലയത്തിൽ കൊണ്ട് നേർച്ച കൊടുക്കണം, ശേക്കൽ വെള്ളി കൊടുക്കണം, വീണ്ടെടുപ്പ് വിലയായി കൊടുക്കണം. ഞാൻ പാപത്തിൽ നഷ്ടപ്പെട്ടവനാ, അതിൻ്റെ വില നമ്മൾ തന്നെ കൊടുക്കുക. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുന്നത് നമുക്ക് ദൈവം നമ്മളെ, അല്ലെങ്കിൽ ക്രിസ്തു തൻ്റെ രക്തം വിലയായി കൊടുത്ത് നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നു. ഇവിടെയാണ് മുമ്പേ നമ്മൾ ചോദിച്ച ചോദ്യം വരുന്നത്, ഈ വില ആർക്കാ കൊടുത്തത്? നമ്മൾ നഷ്ടപ്പെട്ടു പോയി. പിശാചാണ് മനുഷ്യനെ നാശത്തിലാക്കിയത്. അങ്ങനെയാണ് പിശാചിൻ്റെ കയ്യിലല്ലേ ആയിപ്പോയത്. ചോദ്യം ഇതാണ്, ക്രിസ്തു വീണ്ടെടുപ്പ് വില കൊടുത്തത് ആർക്ക്? ഈ വീണ്ടെടുപ്പ് എന്നീ ആശയങ്ങളെല്ലാം പഴയ നിയമത്തിലെ യഹൂദന്മാരുടെയും പഴയ നിയമ തിരുവെഴുത്തുകളിൽ നിന്ന് വരുന്നതാണ്. ഈ നമ്മൾ പഴയ നിയമത്തിലെ ഒരു രീതി വായിക്കുമ്പോൾ ഒരു കുടുംബത്തിലെ ഒരു വ്യക്തി അധപ്പതിച്ചു പോയാൽ, തകർന്നു പോയാൽ, ആ വ്യക്തിയുടെ നിലമൊക്കെ കടക്കാരുടെ കയ്യിലായിപ്പോയാൽ ഏറ്റവും അടുത്ത കഴിവുള്ള ബന്ധു അതിനെ വീണ്ടെടുക്കണം എന്നൊരു ഒരു വിശ്വാസം, അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതി യഹൂദന്മാരുടെ ഇടയിൽ നിലനിന്നിരുന്നു. പഴയ നിയമ ഗ്രന്ഥങ്ങളിലെല്ലാം നമുക്ക് കാണാം. വീണ്ടെടുപ്പുകാരൻ നമ്മൾ വായിക്കുന്നുണ്ട്. ഈ രൂത്തിൻ്റെ, പഴയ നിയമത്തിലെ രൂത്തിൻ്റെ പുസ്തകത്തിൽ ഒരു യഹൂദ കുടുംബം ബത്ലഹേമിൽ ക്ഷാമമുണ്ടായപ്പോൾ പിതാവും മാതാവും 2 മക്കളും മോവാബ് എന്ന് പറയുന്ന ദേശത്തേക്ക് ഭക്ഷണത്തിന് വേണ്ടി പോയി. അവിടെ വെച്ച് ഈ 2 ആൺമക്കളും 2 മോവാബി സ്ത്രീകളെ വിവാഹം കഴിച്ചു. യഹൂദരത് ചെയ്യാറില്ല. എന്നാൽ അവിടെ വെച്ച് തന്നെ അപ്പനും 2 മക്കളും മരിച്ചുപോയി. ഒടുവിൽ ഈ അമ്മാവി അമ്മയും 2 മരുമക്കളും ശേഷിച്ചു. അതിൽ മൂത്ത മരുമകൾ ഓർപ്പ അമ്മാവി അമ്മയെ ചുംബിച്ചു പിരിഞ്ഞു. രണ്ടാമത്തെ മരുമകളായ രൂത്ത്, വാസ്തവത്തിൽ ക്രിസ്തുവിൻ്റെ വംശാവലി വായിക്കുമ്പോൾ ഈ രൂത്ത് ഒരു വല്യമ്മച്ചയായി കാണാം. ഈ രൂത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരുത്തി, അതെ, അവരുടെ നാട്ടിൽ, കനാൻ നാട്ടിൽ വീണ്ടും ഫലസമൃദ്ധി ഉണ്ടായിരിക്കുന്നു, കൊയ്ത്തായിരിക്കുന്നു എന്ന് കേട്ട് അവർ മടങ്ങി വരുന്നുണ്ട്. വരുമ്പോൾ ഈ മരിച്ചുപോയ തൻ്റെ ഭർത്താവിൻ്റെയും മക്കളുടെയും ഒരു അടുത്ത ബന്ധു, ധനാഢ്യനായൊരു വ്യക്തി, ബോവസ് എന്ന് പറയുന്നൊരു വ്യക്തി ആ ദേശത്തുണ്ട്. അയാളെ അവിടെ വീണ്ടെടുപ്പുകാരനായിട്ട് കാണാം. ഈ ബോവസ് തൻ്റെ സഹോദരൻ്റെ മരണത്തെ തുടർന്ന് ആ യഹൂദ അന്നത്തെ രീതി അനുസരിച്ച് സഹോദരൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. അവൾ വാസ്തവത്തിൽ ഒരു തീരെ ദരിദ്രയായി പോയെങ്കിലും ആ ദരിദ്രമായി തീർന്ന കുടുംബത്തെ ഈ സമ്പന്നനായ വ്യക്തി വീണ്ടെടുക്കുകയാണ്. അങ്ങനെ വീണ്ടെടുപ്പെന്നുള്ള ആശയം പഴയ നിയമത്തിൽ ഉടനീളം നമുക്ക് കാണാം. അപ്പോൾ തന്നെ വീണ്ടെടുപ്പ് വില ആലയത്തിൽ കൊണ്ട് കൊടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ. വെള്ളി വീണ്ടെടുപ്പായി കൊടുക്കുക. ഇവിടെ പത്രോസ്ലീഹ പറയുകയാണ്, നമ്മളെ വീണ്ടെടുത്തിരിക്കുന്ന വെള്ളി, പൊന്നെ മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ആണ്ടോടാണ്ട് പുതുക്കി കൊടുക്കേണ്ട ഒന്നിനെക്കുറിച്ചല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് എന്നേക്കും വീണ്ടെടുക്കപ്പെട്ടു. എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ യേശു ക്രിസ്തു ആകുന്ന ആട്, അവിടെ നമ്മൾ വായിക്കുമ്പോൾ യാഗപീഠവും യേശുവ, ആലയവും യേശുവ, വലിപ്പവും തികവുമേറിയ തൻ്റെ ശരീരമാകുന്ന ആലയത്തിൽ കൂടെ അവൻ ഒരിക്കലായി അർപ്പിക്കപ്പെട്ടു, തൻ്റെ രക്തവുമായി ദൈവസന്നിധിയിൽ ചെന്നു നമ്മൾ വായിക്കുന്നു. രക്തവുമായി പിശാചിൻ്റെ അടുക്കൽ ചെന്നിട്ട്, പിശാചേ തേണ്ട ഞാൻ വില തന്നേക്കാം, ഈ ജനങ്ങളെല്ലാം വിടുവിച്ചേക്കണമെന്ന് പറഞ്ഞാൽ നല്ല എബ്രായ ലേഖനം പറയുന്നത്. എബ്രായ ലേഖനം പറയുന്നത് തൻ്റെ രക്തവുമായി അവൻ വിശുദ്ധ മന്ദിരത്തിൽ ദൈവമുമ്പിൽ പ്രവേശിച്ചു. ഞാൻ കാര്യത്തിലേക്ക് വരിക, ആദ്യമേ പറയാം, വാസ്തവത്തിൽ വീണ്ടെടുപ്പിൻ്റെ വില ക്രിസ്തു ദൈവത്തിനാണ് നൽകിയത്. ഇത് പഴയ നിയമത്തിൽ നിന്നാണ് വീണ്ടെടുപ്പെന്ന ആശയം വരുന്നതെന്ന് പറഞ്ഞു. സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ വീണ്ടെടുപ്പിൻ്റെ വില ദൈവത്തിനാണ് സമർപ്പിക്കേണ്ടത് എന്ന് വ്യക്തമായിട്ട് പറയുന്നു. സങ്കീർത്തനം 49:7 മുതൽ
സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല. അവരുടെ പ്രാണൻ്റെ വീണ്ടെടുപ്പ് വിലയേറിയത് അതൊരു നാളും സാധിക്കുകയില്ല. ക്രിസ്തുവിൻ്റെ ജഡാവതാരത്തിന് നൂറ്റാണ്ടുകൾക്കുമപ്പുറം കോരഹപുത്രന്മാരെഴുതിയ സങ്കീർത്തനത്തിൽ അവരുടെ ധാരണയനുസരിച്ച് അവർ പറയണം, മനുഷ്യൻ്റെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് നടക്കത്തില്ല. ഇഷ്ടംപോലെ യാഗങ്ങൾ നടക്കുന്നു, നേർച്ചകൾ വഴിപാടുകളെല്ലാം നടക്കുന്നു, ആണ്ടോടാണ്ട് ഇതെല്ലാം നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവർ പറയുക, ഒരു മനുഷ്യാത്മാവിനെ വീണ്ടെടുപ്പ് നടക്കത്തില്ല, അവന് പകരം വില കൊടുക്കാൻ ആർക്കും ഒക്കത്തില്ല. പക്ഷേ അവിടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും, സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന്, അവരുടെ ആശയം അറിയാം, അവരുടെ അടുത്ത ബന്ധു തകർന്നു പോയാൽ ധനാഢ്യനായ അടുത്ത ബന്ധു വേണം അവൻ്റെ ശിഷ്ടമുള്ള കാര്യങ്ങൾ വീണ്ടെടുക്കാൻ. മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യൻ്റെ ഏറ്റവും സ്നേഹിക്കുന്ന അടുത്ത ബന്ധു ദൈവമാണ്, ദൈവപുത്രനാണ്. ആ സ്നേഹവാനായ ഈ വീണ്ടെടുപ്പിൻ്റെ വില കൊടുത്ത് വാങ്ങാൻ കഴിവുള്ളവനായ ഒരു മഹാസമ്പന്നൻ നമുക്കുണ്ട്, അതാണ് ക്രിസ്തു. അതാണ് നമ്മളെ സഹോദരന്മാരെന്നാണ് കർത്താവ് വിളിച്ചിരിക്കുന്നത്. സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുന്ന ഒരു സഹോദരനും ഇല്ലെന്ന്. അവരുടെ പ്രാണൻ്റെ വീണ്ടെടുപ്പ് വിലയേറിയത് അതൊരു നാളും നടക്കില്ല. അത്രയും മനുഷ്യൻ്റെ പ്രാണന് വീണ്ടെടുപ്പ് വില കൊടുക്കാൻ പറ്റിയ ഒരു എൽഡർ ബ്രദർ, ഒരു വീണ്ടെടുപ്പുകാരൻ, ഒരു അടുത്ത ചാർച്ചക്കാരൻ ലോകത്തില്ല എന്ന് കോരഹപുത്രന്മാർ പറയുക. എന്നാൽ ആ ധാരണ മാറ്റിക്കൊണ്ട് അവരുടെ ആ നിരാശയുടെ വാക്കുകൾ അല്ല, മനുഷ്യന് പ്രത്യാശയുടെ വീണ്ടെടുപ്പിൻ്റെ, മനുഷ്യൻ്റെ ആത്മാവിന് വില കൊടുക്കാൻ പറ്റുന്ന ഒരുവൻ ഉണ്ട് എന്ന് തെളിയിക്കപ്പെട്ടു. അതാണ് കർത്താവായ യേശു ക്രിസ്തു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിങ്കിൽ അതെ, മാതാവ് ഗർഭവതിയാകുന്ന സമയത്ത് വിവാഹം നിശ്ചയിച്ച ജോസഫ് അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറയുക, നീ അവളെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട, അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാണ്. അവൾ ഗർഭവതിയായി ഒരു മകനെ പ്രസവിക്കും, അവൻ അവരെ, തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നുണ്ട്, വീണ്ടെടുപ്പുകാരനാകയാൽ നീ അവനെ യേശു എന്ന് പേർ വിളിക്കണം. ജോസഫിനോടാണ് പറഞ്ഞത്, യു നെയിം ഹിം ജീസസ്, സേവ്യർ, രക്ഷകൻ, വീണ്ടെടുപ്പുകാരൻ എന്ന് നീ പേർ വിളിക്കണം. അതെ, അങ്ങനെ ഒരാളുണ്ട് സ്വർഗത്തിൽ. നമുക്ക് മാനവജാതിയെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു അടുത്ത ചാർച്ചക്കാരനുണ്ടായിരുന്നു, അത് ക്രിസ്തുവാണ്. ഇനി നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കാം. ഈ വീണ്ടെടുപ്പുകല ദൈവത്തിനാണ് കൊടുക്കേണ്ടത്. അവിടെ നമുക്കൊരു സംശയം, എന്തിനാണ് ദൈവത്തിന് വീണ്ടെടുപ്പുകല കൊടുക്കുന്നത്? മനുഷ്യൻ പാപം ചെയ്തപ്പോൾ നീതിമാനായ ദൈവത്തിൻ്റെ നീതിക്ക് മുമ്പിൽ അവൻ ശിക്ഷിക്കപ്പെട്ടേ മതിയാവും. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ എന്ന് ദൈവവചനം വ്യക്തമായി പറയുന്നു റോമാലേഖനത്തിൽ. പാപത്തിൻ്റെ ശമ്പളം മരണമത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കും മരിച്ച് ശവപ്പെട്ടി പോയി ശവക്കുഴി പോവും. അതല്ല, നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നു, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തൽകിയിടും. ഈ തീപ്പൊയ്ക രണ്ടാം മരണം, ആ നിത്യനാശം, ആ നിത്യമരണം, നിത്യശിക്ഷ, അവർ രാപ്പകൽ എന്നെന്നും നിത്യം ദണ്ഡനം അനുഭവിച്ചുകൊണ്ടിരിക്കും. വാസ്തവത്തിൽ ദൈവഹൃദയം വേദനിച്ചത് മനുഷ്യൻ, ചില ആൾക്കാരിങ്ങനെ വിശ്വസിക്കുന്നുണ്ട്, പാപം ചെയ്ത് ജീവിച്ചാലും അതോടെ ആത്മാവ് അങ്ങ് തീരുകയുള്ളൂ, സോൾ അനിഹിലിയേഷൻ എന്നാണ് പറയുന്നത്. പിന്നെ ഒന്നുമില്ല, പാപം ചെയ്ത് ജീവിച്ചാലും ആത്മാവിന് നാശമാണ്. ആത്മാവിന് നാശമല്ല, അതിൻ്റെ എക്സിസ്റ്റൻസ് ഇല്ലാതാകുകയല്ല, നിത്യമായൊരു ദണ്ഡനം. അത് ദൈവം കൊടുക്കുന്നതല്ല. ഇപ്പം ഒരു മകൻ തെറ്റ് ചെയ്ത് അവൻ ജയിലിൽ ചെന്ന് ചാടിയാൽ അവൻ അവിടെ പോലീസിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ കോടതി ശിക്ഷിച്ചവൻ ശിക്ഷ അനുഭവിക്കുമ്പോൾ അത് പിതാവ് അങ്ങോട്ടിട്ടെന്ന് പറയാൻ ഒക്കുമോ? അപ്പനാണെന്ന് അല്ല, പിതാവിൻ്റെ ഹൃദയം നോവുക. അപ്പം ദൈവം സ്നേഹവാനായിരിക്കുമ്പോൾ തന്നെ ദൈവം നീതിമാന്. പാപത്തിന് ശിക്ഷ കൊടുത്തേ ഒക്കത്തുള്ളൂ, പാപിക്ക് ശിക്ഷ കിട്ടിയേ ഒക്കത്തുള്ളൂ. അപ്പം ന്യായമായ ശിക്ഷയാണ്, പാപത്തിൻ്റെ ശിക്ഷയാണ് മരണം. ദൈവസാന്നിധ്യം വിട്ടുള്ള വേർപാടിനാണ് മരണമെന്ന് പറയുന്നു. ദൈവസാന്നിധ്യം ഇല്ലാത്തടത്ത് യാതനയാണ്. അല്ല, നമ്മൾ ഈ ലോകത്തായിരിക്കുമ്പോൾ തന്നെ, ലോകത്ത് ദൈവസാന്നിധ്യം ഇല്ലെന്ന് പറയുമ്പോൾ തന്നെ ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ ഒരു കവറിങ് ഉള്ളതുകൊണ്ടാണ് മനുഷ്യൻ സമാധാനമായിട്ട് ജീവിക്കുന്നത്.
ദൈവസാന്നിധ്യം ഒട്ടുമില്ലാത്തൊരവസ്ഥയിലേക്ക് തള്ളപ്പെടുമ്പോൾ മനുഷ്യൻ നിരാശയും ഭീകരതയും നഷ്ടബോധവും, അതായിരിക്കും നരകമെന്ന് പറയുന്നത്. അവിടുത്തെ അഗ്നി എന്നൊക്കെ പറയുന്നത് എന്തായിരിക്കുമെന്ന് എനിക്കറിയില്ല. അതിനെ ഭൗതികമായിട്ടൊന്നും വ്യാഖ്യാനിക്കാൻ അറിയില്ല. അതുണ്ട്, പക്ഷേ ഒരു നിത്യനാശമുണ്ട്. അത് കണ്ടതുകൊണ്ടാണ് ക്രൂശിൽ മരിക്കാൻ കർത്താവ് തയ്യാറായത്. ഇവിടെ ദൈവനീതിക്കാണ് തൃപ്തി വരേണ്ടത്. ഒന്നുകൂടെ ഞാൻ പറയാം. മനുഷ്യൻ ശിക്ഷിക്കപ്പെട്ടേ മതിയാവും. ആ ശിക്ഷയ്ക്കാണ് വില കൊടുക്കേണ്ടത്. ഇപ്പോൾ ഒരാൾ ജാമ്യമെടുക്കുമ്പോൾ കോടതി ശിക്ഷിച്ച കോടതിയിൽ ജാമ്യത്തുക കെട്ടിവെക്കുന്നത് പോലെ ഇത് നിത്യമായ കാര്യങ്ങളുടെ നിഴലായി ഭൂമി സംഭവിക്കുന്നത്. ശ്രദ്ധിക്കുക, ഈ മനുഷ്യൻ നിത്യശിക്ഷ അനുഭവിച്ചേ മതിയാവുള്ളൂ. പക്ഷേ ആ നീതിമാനായ ദൈവത്തിൻ്റെ മുമ്പിൽ ആ ശിക്ഷയ്ക്ക് പകരം ആ മനുഷ്യന് കൊടുക്കേണ്ട ശിക്ഷ അവിടെ സംഭവിച്ചേ ഒക്കത്തുള്ളൂ. മനുഷ്യനെ ഏദൻ തോട്ടത്തിൽ നിന്ന് ഇറങ്ങി വിടുമ്പോൾ ഇനി തിരികെ അതിൽ കടക്കാതെ വണ്ണം തിരിയുന്ന വാളുമായി അവിടെ സാറാഫുകളെ, ദൂതന്മാരെ നിയോഗിച്ചതായി നമ്മൾ വായിക്കുന്നു. എന്നാൽ ഗതസമനാം തോട്ടത്തിൽ വെച്ച് ദൈവപുത്രൻ മനുഷ്യൻ്റെ പാപഭാരം ചുമക്കുമ്പോൾ അവിടെ ഒരു വാക്ക് എഴുതിയിരിക്കുകയാണ്, ഇടയനെ വെട്ടുക, ആടുകൾ ചിതറിപ്പോകും എന്നുള്ള പ്രവചനം. എന്ന് പറഞ്ഞാൽ ആ തിരിയുന്ന വാളുകൾ ഇനി ആ ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ്റെ പാപം, അതുകൊണ്ടാണ് ഗതസമനാം തോട്ടത്തിൽ വെച്ച് കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീക്കിക്കളയണമേ എന്നൊക്കെ പറയുന്നത്. മനുഷ്യൻ്റെ പാപം തൻ്റെ മേൽ വരികയാണ്. മരണമെന്ന് പറഞ്ഞാൽ പിതാവിൽ നിന്ന് വേർപെടുക. ക്രൂശിൽ വെച്ച് പിതാവ് പുത്രനെ കൈവിട്ടു നമ്മൾ വായിക്കുന്നു. ആത്മീയമായി പിതാവിൽ നിന്ന് പുത്രൻ സെപ്പറേറ്റഡായി. നമ്മുടെ മരണം കർത്താവ് വഹിച്ചു. ഹി ടേസ്റ്റഡ് ഡെത്ത്. പിതാവില്ലാത്ത അവസ്ഥ, ദൈവമില്ലാത്ത ആ ശൂന്യത യേശുക്രിസ്തു ഏറ്റെടുത്തു. അഥവാ ശിക്ഷയുടെ നീതി നിവർത്തിക്കപ്പെടണം. വില കൊടുത്തത് ദൈവത്തിന്. എബ്രായ ലേഖനം 9-ാം അധ്യായം 11-12 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടെ, എന്ന് പറഞ്ഞാൽ സ്വന്തം ശരീരത്തിൽ കൂടെ, ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട്, വൺസ് ഫോർ ഓൾ എന്ന, ഇനി ആവർത്തിക്കേണ്ട, ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിച്ചു. വൺസ് ഫോർ ഓൾ മാനവജാതിക്ക് വേണ്ടി തൻ്റെ രക്തവുമായി വിശുദ്ധ മന്ദിരത്തിലാണ്, പിശാചിൻ്റെ അടുക്കലല്ല ചെന്നത്. വില പറഞ്ഞേക്കാം, ഒരു പൈസ പറഞ്ഞ് ഇപ്പം നമ്മൾ വസ്തുവിന് വില പറയുന്ന പോലെയല്ല. നോ, ദൈവനീതിക്ക്, നീതിമാനായ ദൈവത്തിൻ്റെ ആ നീതിക്ക് തൃപ്തി വരുത്തുവാൻ വാസ്തവത്തിൽ ആ ദൈവം തന്നെയല്ലേ മനുഷ്യനായിട്ട് ഇവിടെ അവതരിച്ചത്. അത് നീതിമാനായ അതേ ജഡ്ജി സ്നേഹവാനായ ചേട്ടനായി, അടുത്ത ചാർച്ചക്കാരനായി, വീണ്ടെടുപ്പുകാരനായി വന്ന് അവർ ചെയ്ത തെറ്റിൻ്റെ മുഴുവൻ പാപം തൻ്റെ മേൽ ഏറ്റെടുത്ത് ദൈവനീതിക്ക് തൃപ്തി വരുത്തി മനുഷ്യനെ രക്ഷിച്ചിരിക്കുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇത് ഏതെങ്കിലും ഒരു മതത്തിനോ ജാതിക്കോ വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയും കൂടെ. നിങ്ങളോ നിങ്ങളുടെ പിതാക്കന്മാരോ ചെയ്ത തെറ്റുകൾക്ക് പരിഹാരമായി വിശ്വസിച്ചാൽ മതി. യേശു മരിച്ചത് എനിക്ക് വേണ്ടിയും കൂടെ, യേശു ഉയർത്തത് എനിക്ക് വേണ്ടിയും കൂടെ എന്ന് വിശ്വസിക്കുമ്പോൾ സാത്താൻ്റെ സകല പദ്ധതിയും തീരും. പിതാക്കന്മാർ ചെയ്തതിൻ്റെ ശാപം ആ വീട്ടിൽ കളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സാത്താൻ മുതലെടുക്കുന്നില്ലേ? അല്ലെങ്കിൽ നീ ചെയ്ത തെറ്റിൻ്റെ ഫലമാണ്, അല്ലെങ്കിൽ ആരോ നിനക്കെതിരെ ചെയ്ത എന്തോ മന്ത്രതന്ത്രങ്ങളാ? ഇതൊന്നും ഫലിക്കത്തില്ല. യേശുവിൻ്റെ രക്തം ഇന്നും ഗുണകരമായി സംസാരിക്കുന്നു. അത് പിശാചിൻ്റെ അടുക്കലല്ല രക്തം സംസാരിക്കുന്നത്. ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തത്തിനടുക്കൽ നമ്മൾ വന്നിരിക്കുന്നു എന്നാണ് എബ്രായ ലേഖനകാരൻ പറഞ്ഞു. ഹാബേലിൻ്റെ രക്തം എന്നെ കൊന്നവനോട് പ്രതികാരം ചെയ്യണമേ എന്ന് നിലവിളിക്കുമ്പോൾ ഇവരുടെ പാപം ഇവരോട് ക്ഷമിക്കണമേ എന്ന് നിലവിളിക്കുന്ന ക്രിസ്തുവിൻ്റെ ശബ്ദമല്ലേ ക്രൂശിൽ നമ്മൾ കേൾക്കുന്നത്. തന്നെ ക്രൂശിച്ചവരുടെ പോലും പാപപരിഹാരത്തിനായി നിൽക്കുന്നൊരു രക്തം. ആ രക്തത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ക്ഷമിക്കണേ, ക്ഷമിക്കണേ, വിടുവിക്കണേ, ശാപം മാറ്റണമേ, രോഗസൗഖ്യമാക്കണമേ എന്ന് പറയുന്ന യേശുവിൻ്റെ രക്തത്തിൻ്റെ ശബ്ദം ഇന്ന് നിങ്ങളുടെ സമീപേ വന്നിരിക്കുന്നു. വൺസ് ഫോർ ഓൾ. 2000 വർഷം മുമ്പ് മരിച്ച മരണത്തിന് ഇപ്പോഴെന്താ പ്രസക്തി? ഇന്നും പ്രസക്തിയുണ്ട് വിശ്വസിച്ചാൽ. ഞാൻ അനുഭവിച്ചതാ. എൻ്റെ വീട്ടിൽ, എൻ്റെ ജീവിതത്തിൽ തകർന്നവനായിരുന്ന, ശാപം പിടിച്ച ഭവനത്തിലെ ആയിരുന്ന
എൻ്റെ വിടുതൽ സമാധാനവും സന്തോഷവും നിത്യജീവൻ്റെ പ്രത്യാശയും തന്ന രക്തത്തിൻ്റെ ശക്തി നിങ്ങളെയും തൊടുകയാണ്. ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ, പ്രാർത്ഥിച്ച് വിശ്വാസികൾ തന്നെ പിന്നെ ആ പോരാട്ടമാണ് ഈ പോരാട്ടമാണ് എന്നൊക്കെ പറയാതെ യേശുവിൻ്റെ രക്തത്താൽ ജയമെന്നൊന്ന് പറഞ്ഞേ, അവിടെ ജയമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, നന്ദിയോടെ സ്തോത്രം. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരുന്ന ഓരോരുത്തരിലും എനിക്ക് വേണ്ടി വീണ്ടെടുപ്പിൻ്റെ രക്തം പിതാവിൻ്റെ സന്നിധിയിലുണ്ട്. ഇനി എനിക്ക് ധൈര്യത്തോടെ നിൽക്കാം, പിശാചിനെ എതിർക്കാം, ശാപങ്ങളെ എതിർക്കാം, രോഗത്തെ എതിർക്കാം എന്നുള്ള ഉറപ്പ് കൊടുക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ രോഗബന്ധനങ്ങൾ അഴിയട്ടെ, പാരമ്പര്യ ശാപക്കെട്ടുകൾ പൊട്ടട്ടെ, ആ ഗിൽറ്റ് മനസ്സിനകത്ത് കിടക്കുന്ന അപരാധബോധങ്ങൾ തെറ്റിപ്പോയല്ലോ എന്ന ചിന്തയെല്ലാം മാറി യേശുവിൻ്റെ രക്തത്താലുള്ളൊരു കഴുകൽ സംഭവിക്കട്ടെ. ഈ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ക്യാൻസറുകൾ, രോഗശക്തികൾ വിട്ടുമാറി നിൻ്റെ ജനം സ്വതന്ത്രരാകട്ടെ. ഞാൻ അനുഗ്രഹിക്കുന്ന കർത്താവേ, വിടുവിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. യേശു നിങ്ങൾക്കായി ജീവിക്കുന്നു. ഈ വീണ്ടെടുപ്പ് നടത്തിയിട്ട് ഈ വീണ്ടെടുപ്പ് ഉറപ്പിക്കാൻ കർത്താവ് നമുക്ക് വേണ്ടി പിതാവിൻ്റെ വലത്ത് ഭാഗത്തുമുണ്ട്. ഈ വചനത്തിൽ കൂടെ നമ്മുടെ സമീപമുണ്ട്. യേശു നമ്മുടെ രക്ഷകന് നമ്മുടെ കൂടെയുണ്ട്. സോ ക്രിസ്തുവിൽ ജയകരമായ ആനന്ദകരമായ തുള്ളിച്ചാടുന്ന ഒരു ജീവിതം നയിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ടി വി പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പം ഈ സഹോദരൻ്റെ വായിൽ ഇങ്ങനെ ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുന്ന അസുഖമായിരുന്നു. എന്നായിരുന്നു ബ്രദറെ ഇത്? 3 മാസം കഴിഞ്ഞു. 3 മാസം കഴിഞ്ഞു. എത്ര നാൾ ഈ അസുഖം ഉണ്ടായിരുന്നു? 42 വർഷം കൊണ്ട്. 42 വർഷം വായിൽ നിന്ന് ബ്ലഡ് പോകുന്ന അസുഖമുണ്ട്. തലയണ വെച്ചുകൊണ്ട് കിടന്നു കഴിഞ്ഞാൽ ആ തലയണയിൽ മൊത്തം ബ്ലഡായിട്ട് ഇങ്ങനെ കിടക്കുക. ഈ വർഷങ്ങളായിട്ട് ഇത് അനുഭവിക്കുക. മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നോ? ജോലി ചെയ്യാനൊന്നും പറ്റൂലായിരുന്നു. അപ്പൊ ഈ പ്രശ്നം കൊണ്ട് ജോലി ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. വീട്ടിൽ ഞാൻ എന്നും സ്ഥിരമായിട്ട് കാണുന്ന ആളാണ്. അങ്ങനെ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് അപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു, അണ്ണൻ്റെ കാര്യം എന്താണ്ട് ഇവിടെ ടി വി പറയുന്നുണ്ട്, അണ്ണൻ വന്ന് കാണാൻ പറഞ്ഞു. എന്തോ ടി വി പറഞ്ഞേ? എൻ്റെ ഒരു സഹോദരൻ്റെ വായിൽ നിന്നും ബ്ലഡ് വരുന്നുണ്ട്. ബ്ലഡ് ഇപ്പം തന്നെ നിൽക്കുന്നു. സഹോദരൻ പൂർണ്ണ സൗഖ്യമായിരിക്കുന്നു. എന്നിട്ട് ഞാൻ അന്നേരം തന്നെ ജനലടുത്തോണ്ട് ഞാൻ കുപ്പി നോക്കിയപ്പോൾ ബ്ലഡ് ഇല്ല. അപ്പോൾ തന്നെ സൗഖ്യമായി. അപ്പോൾ തന്നെ സൗഖ്യമായി. സൗഖ്യമായിട്ട് എത്ര നാളായി? 3 മാസം കഴിഞ്ഞു. ഇതുവരെ പിന്നെ ഉണ്ടായിട്ടില്ല. കല്യാണം കഴിച്ച് ഞാൻ വരുമ്പോൾ ഇതുപോലെ വായിന്ന് ബ്ലഡൊക്കെ വരുമായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു പേടിയുണ്ടായിരുന്നു, എന്താണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഇങ്ങനെ ഈ ഹാർട്ടിന് ഇങ്ങനെ പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് ഞാനിങ്ങനെ ബ്ലഡ് ഛർദ്ദിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പല പ്രാവശ്യം ആശുപത്രി കൊണ്ടുപോയി. മെയ് മാസം എനിക്ക് സുഖമില്ലായിരുന്നു. എനിക്ക് അസ്ഥിക്ക് പിന്നെ ബലക്കുറവാണെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് സുഖമില്ലായിരുന്നു. നമ്മുടെ ഈ പുനലൂർ ദീനി കൊണ്ടുപോയി ഡോക്ടർ പറഞ്ഞു അസ്ഥിക്ക് പിന്നെ ബലക്കുറവാണ്, അതുകൊണ്ട് 6 മാസം ഗുളിക കഴിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് ആ ഗുളിക മേടിച്ച് വീട്ടിൽ വന്ന് അത് കഴിച്ചപ്പോൾ ശരീരം മൊത്തം അങ്ങ് നീര് കയറിക്കൊണ്ടു. അപ്പോൾ എനിക്ക് നടക്കാനും ഒന്നും വയ്യ. പിന്നെ എന്നെ എടുത്തോണ്ടായിരുന്നു ബാത്റൂമിലൊക്കെ കൊണ്ടുപോകുന്നതൊക്കെ. അങ്ങനെ ഇന്നിപ്പോൾ ആ സൗകര്യം വീണ്ടും എടുത്തോണ്ടായിരുന്നു. ഞാനായിരുന്നു എടുത്തോണ്ട് വന്നേ. 2 പേരെ നോക്കണം, അമ്മൂമ്മയെ നോക്കണം, ഭാര്യ നോക്കണം. അമ്മൂമ്മയുണ്ടായിരുന്നു. വലിയ അമ്മൂമ്മയെ നോക്കണം. പൊട്ടി വൃണമായിട്ട് കിടക്കുമായിരുന്നു വീട്ടിലോ? ഓ, 2 പേരും ഒരുപോലെ ശുശ്രൂഷിക്കണം. ആ സമയത്ത് സഹോദരന് ബ്ലഡും വരും. ഓ, എന്ത് ഭീകരമായ ഒരു അവസ്ഥയായിരുന്നു ഈ വീട്ടിൽ. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നു. അപ്പോൾ സൗകര്യം വന്നു. അപ്പോൾ എനിക്ക് തീരെ ഇവിടെ സ്വർഗീയ വിരുന്നിലെ പത്തനാപുരം. അപ്പോൾ അവിടെ വന്നപ്പോൾ പിന്നെ വിനയ ബ്രദറോടൊന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞു. വിനയ ബ്രദർ പറഞ്ഞു, ഇതുപോലെ രോഗത്താൽ ഭാരപ്പെട്ട ആശുപത്രികളിൽ നമ്മുടെ മിസിയോൻ മെഡിക്കൽ കോളേജിൽ ഞാൻ പോയായിരുന്നു. അവിടെയും പോയി ഗുളിക കഴിച്ചിട്ടൊന്നും നീരിനൊന്നും കുറവില്ല. എനിക്ക് നാക്ക് പോലും എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു. അങ്ങനെ ആ സൗകര്യം എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ കഴിഞ്ഞ ദുഃഖവെള്ളിയാഴ്ച ആണ് ഞാൻ ഇവിടെ സഭയിൽ വരുന്നത്. അപ്പോൾ വന്നപ്പോൾ ഇതുപോലെ വിനോയ് ബ്രദർ പ്രാർത്ഥിച്ച് പറഞ്ഞു, ഇതുപോലെ ആശുപത്രിയിലൊക്കെ പോയിട്ട് അസ്ഥിക്ക് ബലക്കുറവായൊരു വ്യക്തി, ഒരു സ്ത്രീ ഇവിടെ വന്നിരിപ്പുണ്ട്. പിന്നെ 2-3 പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചെന്നും പറഞ്ഞ് സത്യമായി ശ്രമിച്ചായിരുന്നു. കാരണം വീട്ടിലെ അവസ്ഥ ഏതായിരുന്നു. അപ്പോൾ എന്തെങ്കിലും പറഞ്ഞപ്പം എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. ഞാൻ എഴുന്നേറ്റ് നിന്നു. അപ്പോൾ എനിക്ക് ഈ വലത്തേക്ക് പൊക്കത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഈ വലത്തേക്ക് ഇങ്ങനെ എനിക്കിവിടെ വന്നിരുന്ന് ടെൻറ്റ് വന്നിരുന്നപ്പോൾ ഞാനിങ്ങനെ പെതുക്കെ കൈയടിക്കാൻ തുടങ്ങി. കൈയടിച്ച് പിന്നെ എനിക്ക് ഇവിടുത്തെ വേദന എങ്ങനെ പോയെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അങ്ങനെ കൈയടിച്ചു. എനിക്ക് പിന്നെ ഞാൻ അങ്ങ്
ആരാധിച്ച് കൂട്ടത്തിലിരുന്ന് എല്ലാവരുടെയും കൂട്ടത്തിൽ. അങ്ങനെ വിനോദർ അങ്ങനെ പറഞ്ഞ സമയത്ത് ഞാൻ എഴുന്നേറ്റ് സഹോദരന്മാരെന്നെ വന്ന് പ്രാർത്ഥിച്ച്. എനിക്ക് അന്ന് മുതൽ എനിക്ക് ഇന്ന് വരെ, ഞാൻ പിന്നെ വീട്ടിൽ പോയാൽ ഗുളിക ഒന്നും കഴിച്ചിട്ടില്ല. ഇന്ന് വരെ ഞാൻ ആ ഗുളിക കഴിച്ചിട്ടേ ഇല്ല. ആ രോഗം എനിക്ക് പൂർണ്ണമായിട്ട് മാറി. താങ്ക് യു ജീസസ്. ഇപ്പൊ ആ പ്രശ്നങ്ങളില്ല. എനിക്ക് നെഞ്ചിനകത്ത് ഭയങ്കര വേദനയായിരുന്നു. എനിക്കിപ്പോൾ ആ ഒരു സൈഡ് തിരിഞ്ഞു പോലും കിടക്കുന്നത്, കമന്നായിരുന്നു കിടക്കുന്നത്. എനിക്ക് അങ്ങനെ ഒരു രോഗം. ഇപ്പോൾ ആ ഗുളിയെ എനിക്ക് CT സ്കാൻ ഇങ്ങനെ എഴുതി തന്നതുപോലെ ഞാൻ വീട്ടിൽ വെച്ചിരിക്കുകയും എടുത്ത്. ഇപ്പൊ ജോലിയൊക്കെ ചെയ്യാമോ? എല്ലാ ജോലിയും, തൊഴിലുറപ്പിന് വരെ ഞാൻ പോകും. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, എല്ലാ ജോലിയും ചെയ്യുന്നുണ്ട്. പൂർണ്ണ സൗഖ്യമാണ്. പൂർണ്ണ സൗഖ്യമായി. അങ്ങനെ ഇരിക്കുമ്പോഴാണോ ബ്രദറിനോട് TV പ്രോഗ്രാം കാണാൻ പറഞ്ഞത്? അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞതുപോലെ കണ്ട്. അപ്പോൾ ഞാൻ വിളിച്ച് കിടന്നപ്പോൾ ഞാൻ പറഞ്ഞു, വാ രാവിലെ ഞങ്ങൾ എല്ലാ ദിവസവും 6:30 ആകുമ്പോൾ TV വയ്ക്കും. പറഞ്ഞു, വാ പ്രാർത്ഥിക്കും, ഇതുപോലെ ഒരു ബ്രദറിന് സൗഖ്യം പറയുന്നു. അപ്പം വന്നിരുന്ന് എൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ച്. അന്നേരം ഈ ബ്രദർ സൗഖ്യം പറഞ്ഞു പറഞ്ഞാൽ TV കൂടെ ഇദ്ദേഹത്തിൻ്റെ വിഷയം പറഞ്ഞു. തങ്കു ബ്രദറായിരുന്നു. ഇത് മോണയിൽ കൂടി ഇങ്ങനെ ബ്ലഡ് വരുന്നുണ്ട് ഒരു ബ്രദർ, ഒരു സഹോദരന്. ആ സഹോദരന് പിന്നെ ഇപ്പം തന്നെ വിടുവിച്ചിരിക്കുന്ന കർത്താവെന്ന് പറഞ്ഞു. അപ്പോഴാണ് പ്രാർത്ഥിച്ച്. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടി ഇരുന്ന് ഒരുപോലെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, തുപ്പിയിട്ട് പറഞ്ഞു ബ്ലഡൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞു. ഇപ്പം ഈ സഹോദരന് ഈ ശരീരത്തിലുണ്ടായിരുന്ന ക്ഷീണങ്ങളും മാറിയോ? ഇപ്പം ജോലി ചെയ്യാൻ പറ്റുന്നുണ്ടോ? ജോലി ചെയ്തു, മേശിരിപ്പണി. മേശിരിപ്പണിയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു കുഴപ്പമില്ല. കുഴപ്പമില്ല. ആരോഗ്യ പ്രശ്നമൊന്നുമില്ല. ഇല്ല, ഒരു കുഴപ്പമില്ല. ഇപ്പം പൂർണ്ണമായിട്ട് കർത്താവ് വിടുവിച്ചു. 2015 യേശുവോടൊത്ത് സ്വർഗീയ വിരുന്ന് പുതുവത്സര ശുശ്രൂഷ കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ ഡിസംബർ 31 വൈകിട്ട് 6 മുതൽ. പുതുവത്സര സന്ദേശം, 150 അംഗ വർഷിപ്പ് ടീമിനൊപ്പം ആരാധന, അത്ഭുത സാക്ഷ്യങ്ങൾ. തങ്കു ബ്രദറും തോമസൂട്ടി ബ്രദറും ശുശ്രൂഷിക്കുന്നു. വരിക ഈ പുതുവത്സരം യേശുവോടൊപ്പം. हमको सिखाए प्रेम की परिभाषा को, ओ मसीह तूने हमको सिखाए प्रेम की परिभाषा को। प्रेम का सागर है तू, चांदी का राजकुमार है तू। चरणों में आकर हाथ उठाकर करते हैं तेरे हम स्तुति। चरणों में आकर हाथ उठाकर करते हैं तेरे